പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് 75 വയസ്സ് പൂർത്തിയാക്കുമ്പോൾ ഉയരുന്ന ചോദ്യം മാർഗനിർദ്ദേശക് മണ്ഡലിനെ കുറിച്ചാണ്. 75 വയസ്സിൽ വിരമിക്കണമെന്ന നിർദ്ദേശത്തിലൂടെയായിരുന്നു എൽ.കെ. അദ്വാനി ഉൾപ്പെടെയുള്ളവരെ മോദിയും അമിത്ഷായുമെല്ലാം ഒഴിവാക്കിയത്. ഇന്ന് മോദിക്ക് 75 വയസ്സാകുമ്പോൾ ഇതേ ചോദ്യം തന്നെയാണ് ഉയരുന്നത്. 2014 ബി.ജെ.പി. മാർഗനിർദ്ദേശക് മണ്ഡൽ കൊണ്ടുവരുന്നത്. അന്ന് അധികായരായ എൽ.കെ. അദ്വാനി, മുരളി മനോഹർ ജോഷി എന്നിവരെ ഒഴിവാക്കി പാർട്ടിയിൽ അധികാരം പിടിക്കുകയായിരുന്നു മോദി, അമിത്ഷാ ഉൾപ്പെടെയുള്ള കൂട്ടുകെട്ടിന്റെ ലക്ഷ്യം. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് 75 വയസ്സ് തികയുമ്പോൾ ഉയരുന്ന ചോദ്യവും മാർഗനിർദ്ദേശക് മണ്ഡൽ മോദിക്ക് ബാധകമല്ലേ എന്നാണ്. 75 വയസ്സെന്ന പ്രായപരിധിയിൽ എൽ.കെ. അദ്വാനി, മുരളി മനോഹർ ജോഷി, യശ്വന്ത് സിൻഹ, സുമിത്ര മഹാജൻ ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കളെയാണ് സജീവ രാഷ്ട്രീയത്തിൽ നിന്നും മാറ്റി നിർത്തിയത്. 75 വയസ്സ് കഴിഞ്ഞാൽ വിരമിക്കുകയും മറ്റുള്ളവർക്ക് വഴിമാറി കൊടുക്കണമെന്നുമായിരുന്നു നിർദ്ദേശം. അമിത്ഷാ 2019 ഗാന്ധിനഗർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നത് പോലും 75 വയസ്സ് പിന്നിട്ടെന്ന പേരിൽ എൽ.കെ. അദ്വാനിയെ മാറ്റി നിർത്തിയാണ്. ഇതേ കാരണം പറഞ്ഞായിരുന്നു മുരളി മനോഹർ ജോഷിയെയും ഒഴിവാക്കിയത്. ഒരു ഘട്ടത്തിൽ RSS തലവൻ മോഹൻ ഭഗവത് പോലും 75 വയസ്സിൽ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കണമെന്ന് അഭിപ്രായപ്പെട്ടെങ്കിലും പിന്നീട് മലക്കം മറിയേണ്ടി വന്നു. അടുത്ത വർഷം രാജ്നാഥ് സിംഗിനും 75 വയസ്സ് തികയുകയാണ്. എൽ.കെ. അദ്വാനിയെ ഉൾപ്പെടെ മാറ്റി നിർത്താൻ അവതരിപ്പിച്ച മാർഗനിർദ്ദേശക് മണ്ഡൽ എന്തായാലും വലിയ ചോദ്യങ്ങൾക്കാണ് വഴിവെക്കുന്നത്. പാർട്ടിയിൽ അധികാര കേന്ദ്രമാകാൻ മുതിർന്ന നേതാക്കളെ വെട്ടിനിരത്തി മാർഗനിർദ്ദേശക് മണ്ഡൽ കൊണ്ടുവന്ന 11 വർഷം പിന്നിടുമ്പോൾ അതിനെ തെള്ളിക്കളഞ്ഞ് അധികാരത്തിൽ പിടിച്ചു നിൽക്കാനുള്ള നീക്കങ്ങൾ തന്നെയാണ് മോദി നടത്തുന്നതെന്ന വിമർശനവും ഉയരുന്നുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി.